പാല് വാങ്ങാൻ പോയവർ തിരിച്ചു വരാൻ അരമണിക്കൂറോളം എടുത്തു. വിശ്വജിത്തും സനിയും അകത്തേക്ക് കയറി വന്നപ്പോഴാണ് സേതിക്ക് സമാധാനമായത്. വിശ്വജിത്തിൻ്റെ മുഖത്ത് പതിവ് ഗൗരവം തന്നെയാണ്. സനിയുടെ മുഖം ഒന്ന് വാടിയ പോലെ തോന്നി സേതിക്ക്. അവൻ കയ്യിലെ പാലിൻ്റെ കവർമേൽ നേരെ അടുക്കളയിലേക്കാണ് പോയത്. ആൻറ്റി, ചായ മാത്രം എടുത്താൽ മതി കേട്ടോ, ലേറ്റായി. സേതിയുടെ അമ്മ വിളിച്ചിരുന്നു. ഞങ്ങൾ ചെന്നിട്ട് വേണം സേതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ. ആണോ? നിങ്ങൾ പോയിട്ട് എന്താ വൈകിയേ? കഴിക്കാനുള്ള സമയമുണ്ടായിരുന്നു. സനി എങ്ങോട്ടാണ് പോയത്? ലിൻഡ പയ്യെ എഴുന്നേറ്റ് അടുക്കളയ്ക്ക് നടന്നു. നില ആണോ എന്ന് സേതിയോട് തിരക്കി. ഇന്ന് ചെക്കപ്പിന് പോകണം എന്നറിയാവുന്നത് കൊണ്ട് സേതി സമ്മതിച്ചു കൊടുത്തു. പക്ഷേ ശരത്തങ്ങളാണല്ലോ കൂടെ പോകുന്നതെന്ന് അമ്മ പറഞ്ഞത്. പക്ഷെ സംശയത്തോടെ സേതി വിശ്വജിത്തിനെ നല്ലോണം നോക്കി. നല്ല ഗൗരവത്തിൽ എന്തേ എന്നൊരു ചോദ്യം അവനിൽ നിന്ന് വന്നതും സേതി ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി നിലയ്ക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. മോൻ അങ്ങോട്ട് ചെല്ലു, ചായ ഞാൻ പെട്ടെന്നിടാം. പാലിൻ്റെ കവർ പൊട്ടിച്ചൊഴിച്ച് പാത്രം അടുപ്പിലേക്ക് കയറ്റി വയ്ക്കുന്ന സനിയെ ജേസി ചേച്ചി വിലക്കുന്നുണ്ട്. സനി ചായ ജേസി ചേച്ചി ഇടും, നീ അങ്ങോട്ട് ചെന്നേ. ചേച്ചി അവർക്ക് ചായ മാത്രം മതിയെന്ന്, കഴിക്കാൻ എടുക്കണ്ടെന്ന്, തിരക്കുണ്ട്. ചെന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നതിനൊപ്പം ചായ എടുക്കാനുള്ള കപ്പുകൾ എടുത്തു വെച്ചു ലിൻഡ. നീ കേട്ടോ ഞാൻ പറഞ്ഞത്? എന്നിട്ടും അടുക്കളയിൽ തന്നെ നിൽക്കുന്നവനെ കണ്ടു ലിൻഡ തിരിഞ്ഞു നോക്കി. കേട്ടു, ഞാൻ ഉള്ളപ്പോഴാ സാറിന് ഫോൺ വന്നത്, സനി പറഞ്ഞു. നിൻ്റെ മുഖമെന്താ വല്ലാതെ ഇരിക്കുന്നത്? സനി മുഖത്ത് തഴുകുന്ന മമ്മിയുടെ കയ്യിൽ പിടിച്ചു വെച്ചു. ഒന്നുമില്ലേ മമ്മി. നിള, ആ കുട്ടി നല്ലതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ലിൻഡ അടക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. സനി ഒട്ടും തെളിമയില്ലാത്ത ചിരി നൽകി മമ്മിക്ക്. ചായ ആയിട്ടോ? ജേസി ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി. ചായ മാത്രമായി എങ്ങനെയാ കൊടുക്കുക? ആ പാത്രത്തിൽ കാഷ്നട്ട് ഫ്രൈ ചെയ്തത് കാണണം, അതും ലഡും ഓരോ പ്ലേറ്റിലാക്കി എടുത്തോ. ലിൻഡ ചായ വെച്ച ട്രേയും എടുത്ത് നടക്കും മുന്നേ ജേസിയോട് പറഞ്ഞു. മുഖം കൈകൊണ്ടൊന്ന് തുളച്ച് സനിയും മമ്മിക്ക് പിന്നാലെ ചെന്നു. ചായ കുടിക്കൂട്ടോ, തിരക്ക് പറയുന്നോണ്ടാ, ഇല്ലേ കഴിച്ചിട്ട് വിടുള്ളായിരുന്നു. സേതിക്കും നിലയ്ക്കും ഓരോ കപ്പ് എടുത്തു കൊടുത്തുകൊണ്ട് ലിൻഡ പറഞ്ഞു. വിശ്വജിത്തും ഒരു കപ്പ് എടുത്തു. നില സനിയെ നോക്കി. അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ വിശ്വജിത്തിന് അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അവൻ ചെയ്തത്. അവനോട് സംസാരിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം അവൾക്കുണ്ട്. വീട്ടിൽ വച്ചാക്കുമ്പോൾ അവനോട് സംസാരിക്കാൻ അവസരം കിട്ടുമെന്നാണ് നില കരുതിയിരുന്നത്. അവൾ സേതിയൊന്ന് തോണ്ടി. പിന്നെ സംസാരിക്കാം നിളയെ, ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല, സേതി അവളുടെ പതുക്കെ പറഞ്ഞു. ഓരോന്ന് കഴിക്കേ, ലിൻഡ നിർബന്ധിച്ച് ഓരോ ലഡ്ഡു കഴിപ്പിച്ചു അവരെ. ഇറങ്ങാം. വിശ്വജിത്ത് എണീറ്റതിന് പിന്നാലെ സേതിയും നിലയും അവരോട് യാത്ര പറഞ്ഞു. കാറിൽ കയറും മുന്നേ വിശ്വജിത്ത് സനിയുടെ തോളൊന്ന് തട്ടി. സനി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. പിന്നെ പയ്യൊന്ന് കണ്ണ് ചിമ്മി. പോട്ടേട്ടോ സനിച്ചേട്ടാ, കോളേജിൽ കാണാം, നില അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ സനി ചിരിയോടെ തലയാട്ടി. സേതി അവൻ്റെ ചിരി നല്ലോണം ശ്രദ്ധിച്ചു. വന്നു കയറിയപ്പോൾ കണ്ട സന്തോഷം അവനിൽ ഇല്ലെന്ന് സേതിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം തേടി വിഷയത്തിലേക്ക് അവളെ നോട്ടം ചെന്നു. അവൻ അവൾക്ക് മുഖം നൽകാതെ കാറ് തിരിച്ചിട്ടു. നില ലിൻഡയ്ക്കും ജേസിക്കും സനിക്കും കൈവീശി കാണിച്ച് കാറിൻ്റെ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു. സേതി കൂടി കയറിയതും അവരോടൊന്ന് തല കുലുക്കി വിശ്വജിത്ത് കാർ മുന്നോട്ടെടുത്തു. കാർ അകന്നതും സനി വേഗം റൂമിലേക്ക് കയറിപ്പോയി. അവൻ്റെ ആ പോക്ക് കണ്ട് ലിൻഡ ഒന്ന് അമ്പരന്നു. പിന്നെ പതുക്കെ പുഞ്ചിരിച്ചു. പ്രതീക്ഷിക്കാതെ നിള വന്നതിൻ്റെ ചളിപ്പാണ് അവനെന്ന് അവർക്ക് തോന്നി. സനിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയതും മെയിൻ റോഡിലേക്ക് കയറി. സേതി നിളയോ നോക്കി വയറൊന്ന് ഒഴിഞ്ഞു. മര്യാദയ്ക്ക് സനിച്ചേൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോരായിരുന്നു. ഇനി ഈ തിരക്കിട്ട് പോകുന്നിടയിൽ നിർത്താൻ പറഞ്ഞാൽ ഇങ്ങനെ ടെററാവോ? നിള സേതിയെ നോക്കിയൊന്ന് ചിരിച്ചു. സേതി പല്ലൊന്ന് കടിച്ച് നോട്ടം പുറത്തേക്കാക്കി. അധിക ദൂരം പോകും മുന്നേ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ വിശ്വജിത്ത് കാർ ഒതുക്കി. വിശക്കുന്നില്ലേ? വാ, കഴിച്ചിട്ട് പോവാം. വിശ്വജിത്ത് കാറിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ ഫുൾ ഉടായിപ്പാണ് കേട്ടോ, ഇല്ലേ ലീഗോ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിന്, നില സേതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വാ, വിശന്നിട്ട് വയ്യ. സേതി വേഗം ഇറങ്ങി. വിശ്വജിത്തിനും സനിക്കുമിടയിൽ എന്തോ സംസാരം നടന്നെന്ന് മാത്രം സേതിക്ക് മനസ്സിലായി. അവനായി പറയാതെ അതൊട്ട് അറിയാനും പറ്റില്ല. നില കൂടി ഇറങ്ങി വന്നപ്പോൾ അവൻ കാർ ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കഴിക്കാൻ നിന്നാൽ ലേറ്റ് ആവില്ലേ? സേതി അവൻ ഓപ്പോസിറ്റുള്ള സീറ്റിലേക്ക് ഇരിക്കുന്നതിൽ ചോദിച്ചു. അവൻ കണ്ണ് മാത്രം ഉയർത്തി അവളെ നോക്കി.
സേതി ആ നോട്ടത്തിന് പിടികൊടുത്തില്ല. ഇവൾക്കല്ലേ വിശക്കുന്നു പറഞ്ഞത്? നില രണ്ടാളെയും സംശയത്തിലൊന്ന് നോക്കി. സേതുവിൻ്റെ മെസ്സേജ് വന്നിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ആൻറ്റിയും കൂടി ഹോസ്പിറ്റലിൽ പോവാന്നു. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ തിരിച്ചെത്തും. ഒരു മസാല ദോശ, 2 വട, ഒരു പഴംപൊരി. വെയിറ്റർ അടുത്തേക്ക് വന്നും നില പറഞ്ഞു. സേതിയും വിശ്വജിത്തും ഒരുപോലെ അവളെ നോക്കി. എനിക്കുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ളത് പറഞ്ഞു. ചേട്ടാ, ഒരു ചായ കൂടി വേണേ. ഓർഡർ എടുക്കാൻ വന്ന ആൾ ചിരിയോടെ തലയാട്ടി. വിശ്വജിത്തും സേതിയും ഓരോ മസാല ദോശയും ചായയും പറഞ്ഞു. ഓർഡർ ചെയ്ത ഫുഡ് വന്നപ്പോൾ വടയും പഴംപൊരിയും നില ഇടത് സൈഡിലേക്ക് ഒതുക്കി വെച്ച് ദോശ കഴിക്കാൻ തുടങ്ങി. ഇത് ജിത്തേട്ടനുള്ള പണിയാണ്. സേതി ചിരിയോടെ വിശ്വജിത്തിനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. അവനും അവളെ ഒന്ന് നോക്കി. ദോശ കൊടുത്താലും വട ആർക്കും കൊടുക്കില്ല എന്ന പോലെ അടക്കി പിടിച്ചാണ് കഴിക്കുന്നത്. അവൻ്റെ മുഖത്ത് മനോഹരമായ ചിരി വിരിഞ്ഞു. പിന്നീടുള്ള യാത്രയിൽ വയർ നിറഞ്ഞാൽ ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞ് നില സേതിക്ക് ഒപ്പം പിന്നിലേക്കിരുന്നു. നിങ്ങളെ ഞാൻ ഡ്രൈവറാക്കാണോ? വിശ്വജിത്ത് ചോദിച്ചു. സാറിൻ്റെ സ്വന്തം കാറല്ലല്ലോ. അപ്പോൾ സാർ ഡ്രൈവർ തന്നെയാണ്. പിന്നെ അത്ര വിഷമമാണെങ്കിൽ കാറിൽ സാർ മാത്രമുള്ളൂ എന്ന് വിചാരിച്ചാ? പറയലും നില സേതിയുടെ മടിലേക്ക് ചുരുണ്ട് കിടന്നു. അവൻ രണ്ടാളെയും ഒന്ന് നോക്കിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞതുപോലെ നില ഒന്ന് മയങ്ങി. ഉച്ചയോടെയാണ് അവർ സേതിയുടെ വീട്ടിലെത്തിയത്. ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് സേതിയുടെയും ശരത്തങ്കിളിൻ്റെയും വീട്. വീട് എത്താറായപ്പോഴേക്കും സേതി നിലയെ വിളിച്ചെണിപ്പിച്ചിരുന്നു. സേതിയുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് കാർ ഉള്ളിലേക്ക് കയറിയപ്പോൾ മുറ്റത്ത് തന്നെ മറ്റൊരു കാർ കിടപ്പുണ്ട്. നീയല്ലേ എനിക്ക് കാറില്ലെന്ന് ചോദിച്ചത്? ദേ കിടക്കുന്നു എൻ്റെ കാർ. നില സീറ്റിനിടയിലൂടെ എത്തി മുന്നിൽ കിടക്കുന്ന കാറ് നോക്കി. അപ്പച്ചിയും അങ്കിളും വൃന്ദയും ഉണ്ടോ? സേതി തിടക്കത്തെ കാറിൽ നിന്ന് ഇറങ്ങി. നില ഒന്ന് അമ്പരന്നു. അപ്പോൾ എങ്ങനെയാ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടേണ്ടേ? വിശ്വത്തിൽ ചിരിയോടെ ചോദിച്ചു. നില യാന്ത്രികമായി തല കുലുക്കി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.